നമസ്കാരം. പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശന വാർത്തകളോട് അതിരൂക്ഷമായി പ്രതികരിച്ച് കോൺഗ്രസ് നേതാവും വടകര MP-യും പത്മജയുടെ സഹോദരനുമായ കെ മുരളീധരൻ. പത്മജയുടെ തീരുമാനം ദൗർഭാഗ്യകരമായി പോയെന്ന് മുരളീധരൻ പ്രതികരിച്ചു. പത്മജയ്ക്ക് കോൺഗ്രസ് നല്ല പരിഗണനയാണ് നൽകിയത്. പാർട്ടി വിടാൻ അവർ പറഞ്ഞ ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല. പത്മജയെ പാർട്ടിയിൽ എടുത്തതുകൊണ്ട് BJPക്ക് കാൽക്കാശിൻ്റെ ഗുണമുണ്ടാകില്ല. ഈ ചതിക്ക് പകരം തെരഞ്ഞെടുപ്പിൽ ചോദിക്കും. ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല. എല്ലാ ബന്ധവും അവസാനിച്ചു. EDയെ കാണിച്ച് പേടിപ്പിക്കാൻ കഴിയില്ല. ഈ പരിപ്പ് വടകരയിൽ വേവില്ല. വർഗീയ കക്ഷിയുടെ കൂടെ പോയതിൽ പിതാവ് കെ കരുണാകരൻ്റെ ആത്മാവ് പത്മജയോട് പൊറുക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഘികളെ കയറി നിരങ്ങാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 52,000 വോട്ടിന് കെ കരുണാകരൻ ജയിച്ച മുകുന്ദപുരത്ത് 1.5 ലക്ഷം വോട്ടിന് പത്മജ ലോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടു. 12,000 വോട്ടിന് തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച സീറ്റിൽ 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ തൃശൂരിൽ ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് തോറ്റു. ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പ്? അങ്ങനെയെങ്കിൽ എന്നെ ഒരുപാട് പേര് കാലുവാരിയിട്ടുണ്ട്. ഞാൻ പരാതിപ്പെടാൻ പോയിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്മജ പറഞ്ഞ ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല. ഇത്രയും വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ്. കോൺഗ്രസ് വിട്ടുപോയപ്പോൾ LDFും UDFും എടുക്കാത്ത കാലത്ത് BJPയുമായി താൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുന്നത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടൊന്നും പോരാട്ടവീര്യം തളരില്ല, ശക്തമായി പോരാടും. പത്മജയെ എടുത്തതുകൊണ്ട് BJPക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല. എല്ലായിടത്തും BJPയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളും. 1ാം സ്ഥാനം പ്രതീക്ഷിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ പോലും 3ാം സ്ഥാനത്തേക്ക് അവർക്ക് പോകേണ്ടി വരും. അതിനെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ശക്തമായി പകരം ചോദിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. BJPയിലേക്ക് പോകുമെന്ന സൂചന തനിക്ക് അവർ നൽകിയില്ല. വിളിക്കാൻ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടങ്ങനെ പോകാൻ കഴിയില്ലല്ലോ എന്ന് ഒരു ഘട്ടത്തിൽ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ഈ വ്യക്തി എങ്ങനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് പോയി? പാർട്ടിയിൽ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലേക്കെടുക്കുമ്പോൾ ശരീരത്തിൽ പുതപ്പിച്ച കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ചിലത് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധവും സഹോദരിയുമായിട്ടില്ല. വർക്ക് അറ്റ് ഹോം ഉള്ള ആളുകൾക്ക് ഇത്രയേറെ സ്ഥാനം കൊടുത്തതുപോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെ ചതിയെന്നല്ലാതെ എന്താണ് പറയുക? തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചതിയെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. EDയും KDയൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും വരില്ല. അത് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു EDയും എൻ്റെ അടുത്ത് വന്നില്ലല്ലോ. ഇനി ED വന്നാൽ പേടിക്കാനൊന്നും പോകുന്നില്ല. ഈ പരിപ്പ് ഒരിടത്തും വേവില്ല. നിയമത്തെ പ്രതികാരം തീർക്കുമെന്ന വാശിയുടെ പല രൂപത്തിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നുവെന്ന ആരോപണം കെ മുരളീധരൻ തള്ളി. അങ്ങനെ യാതൊരു കാര്യവുമില്ല. പാർട്ടി പറഞ്ഞാൽ ശക്തമായി പോരാടും. എൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ശക്തമായി പോരാടും. വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് സഹോദരിയോട് പൊറുക്കില്ല. എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. കുടുംബത്തിൽ സഹോദരി ഇനിയിപ്പോൾ അങ്ങനെയൊരു സ്ഥാനവുമില്ല, സ്നേഹവുമില്ല. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഘികൾ കയറിയിറങ്ങാൻ സമ്മതിക്കില്ല. ചാലക്കുടിയിൽ മത്സരിച്ചാൽ നോട്ടയ്ക്കാണോ കൂടുതൽ വോട്ട് കിട്ടുക, BJPക്കാണോ കൂടുതൽ വോട്ട് കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു.